നിലവിൽ ഇവിടെ വെള്ളമെല്ലാം ഇറങ്ങിപ്പോയി, ആളുകളെല്ലാം വീടുകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളും ജനപ്രതിനിധികളും MLA ഉൾപ്പെടെയുള്ള വന്ന് വില്ലേജ് ഓഫീസർ, തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് വിലയിരുത്തിക്കൊണ്ട് അവിടെയുള്ള നാശനഷ്ടങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണുന്നതിനുള്ള മുൻകരുതൽ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോ കാലപ്പഴക്കം തന്നെയാണ് ഇത് പൊട്ടിത്തെറിക്കാൻ കാരണം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതെ, തീർച്ചയായും കാലപ്പഴക്കം തന്നെയാണ് ഇപ്പൊ നിലവിലെ കാരണം. കാലപ്പഴക്കം തന്നെയാണ് അത്. ഒരു 40 വർഷത്തിന് മേളിൽ ഉള്ള പഴക്കമുണ്ട്. അപ്പൊ കാലപ്പഴക്കം തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലിപ്പോ MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇത് ഇത്രയും വീടുകളിലൊക്കെ വെള്ളം കയറി അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതിന്റെയൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കാണാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നുണ്ട്. കളക്ടർ അത് വ്യക്തമായിട്ട് പറഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം കൃത്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് വില്ലേജ് ഓഫീസർ, തഹസിൽദാറൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരോരോ വീടുകളും കയറി പരിശോധിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകണം. മന്ത്രി ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതെ, മിനിസ്റ്റർ 11 മണിക്ക് ഒരു മീറ്റിംഗ് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് മന്ത്രി ഇവിടെ സന്ദർശിക്കുന്നു അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.